മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് SFIO സമൻസ് നൽകി. എക്സാലോജി കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടാണ് SFIO സമൻസ് നൽകിയത്. അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കമ്പനി നൽകിയ ഹർജിയിൽ സമൻസിന്റെ പകർപ്പ് കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, കർണാടക ഹൈക്കോടതി ഈ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാൻ ഇരിക്കുന്നു. അതേ വേളയിൽ തന്നെയാണ് വീണയ്ക്ക് സമൻസും നൽകിയിരിക്കുന്നത്. വീണയെ വരിഞ്ഞു മുറുക്കിയിരിക്കുക തന്നെയല്ലേ SFIO? തീർച്ചയായും രജനി, നമുക്കറിയാം SFIOയുടെ അന്വേഷണമാണ് എക്സാലോജിക്കിനെതിരെ നടക്കുന്നത്. ഈ എക്സാലോജിക്കിൻ്റെ കമ്പനി ഉടമ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ്. ഈ കമ്പനി ഉടമ എന്നുള്ള നിലയിലാണ് വീണ വിജയന് SFIO സമൻസ് നൽകിയിട്ടുള്ളത്. ഈ സമൻസിൽ ആവശ്യപ്പെടുന്നത് എക്സാലോജിക്ക് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ നൽകണം എന്നുള്ളതാണ്. എവിടെയെല്ലാം പണമിടപാടുകൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ കൃത്യമായ രൂപരേഖകളും എല്ലാം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതേ കാലഘട്ടത്തിലാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത്. അതായത് SFIOയുടെ അന്വേഷണം റദ്ദാക്കണം, അത് സ്റ്റേ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി നൽകിയിട്ടുള്ളത്. നേരത്തെ ഈ ഹർജി നൽകിയിരുന്നു, പക്ഷേ ആ ഹർജിയിൽ ഈ സമൻസിൻ്റെ പകർപ്പ് ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം തന്നെ ഏറ്റവും പുതിയ ഹർജി, അതിൻ്റെ തിരുത്തലുകൾ വരുത്തിയ ഹർജിയാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ സമൻസിൻ്റെ പകർപ്പ് നൽകിയിട്ടുള്ളത്. SFIO എക്സാലോജി കമ്പനിക്ക് നൽകിയ സമൻസിൻ്റെ, അതിൻ്റെ ഉടമയായിട്ടുള്ള വീണ വിജയന് നൽകിയ സമൻസിൻ്റെ പകർപ്പ് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പുതിയ ഒരു ഹർജി, അതായത് ഹർജിയിൽ തിരുത്തൽ വരുത്തിയ ഏറ്റവും പുതിയ ഹർജി കർണാടക ഹൈക്കോടതി സമർപ്പിച്ചിരിക്കുന്നു. ഈ ഹർജിയാണ് തിങ്കളാഴ്ച കർണാടക ഹൈക്കോടതി പരിഗണിക്കുന്നത്. അപ്പോഴാകും ഇതിന്മേലുള്ള തീരുമാനം വരിക. എന്തായാലും ഈ സമാന നിലയിൽ KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനെതിരെയും SFIO അന്വേഷണം നടത്തിയിരുന്നു. SFIOയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് KSIDC കേരള ഹൈക്കോടതിയിൽ സമാന നിലയിൽ ഒരു ഹർജി നൽകിയിരുന്നു. പക്ഷേ അവിടെ കേരള ഹൈക്കോടതി ചോദിച്ചത്, എന്താണ് നിങ്ങൾക്ക് മറച്ചു വെക്കാനുള്ളത്? ഒരു അന്വേഷണം നടന്നാൽ അവർ ആവശ്യപ്പെടുന്ന രേഖകൾ നൽകുന്നതിൽ എന്താണ് തടസ്സം എന്നുള്ള കാര്യം ഹൈക്കോടതി ചോദിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും SFIOയുടെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നു. പക്ഷേ KSIDC കൂടുതൽ വാദമുഖങ്ങൾ നിരത്തി മറ്റൊരു ഹർജി കൂടി നൽകിയിട്ടുണ്ട്. അത് തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക. എന്നാൽ ഷോൺ ജോർജ് ഈ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് നൽകിയ ഹർജിയും തിങ്കളാഴ്ച ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും വരിഞ്ഞു മുറുകുകയാണ്. എക്സാലോജിക്കിനെതിരായ അന്വേഷണങ്ങളെല്ലാം തന്നെ CPMനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കിയ ലഘുലേഖയിലെല്ലാം ഈ എക്സാലോജിക്കിനെ ന്യായീകരിക്കുന്ന വാദങ്ങൾ CPM നിരത്തുന്നത്. എക്സാലോജിക്ക് നടത്തിയ പണമിടപാടുകൾ സുതാര്യമാണ്. അവർ നൽകിയ പണത്തിൻ്റെ കണക്കുകളെല്ലാം ബാങ്കുകൾ മുഖേനയാണ്. അതുകൊണ്ട് ആ രേഖകളെല്ലാം എല്ലാവർക്കും പരിശോധിക്കാൻ കഴിയും. അതിൽ അവ്യക്തമായത് ഒന്നുമില്ല എന്നുള്ള നിലയിലാണ് CPM വിശദീകരണം നൽകുന്നത്. എന്നാലും CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ഈ വിഷയം സജീവമായി സെക്രട്ടേറിയറ്റ് പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. എന്തായാലും എക്സാലോജിക്ക് CPMൻ്റെ മുമ്പിൽ വലിയൊരു വാളായി തൂങ്ങി നിൽക്കുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അത് ഏത് നിലയിൽ ബാധിക്കും എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ തലവേദന തന്നെയാണ്. ഇതിന് കൃത്യമായ മറുപടി കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തുമെന്നാണ് മനസ്സിലാവുന്നത്.